നമസ്കാരം. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ദിശ നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന സ്ഥാപനമാണ് US ഫെഡറൽ റിസർവ്. രാഷ്ട്രീയ അധികാരങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളെ മറികടന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഈ സ്ഥാപനം പലപ്പോഴും ആഗോള ശ്രദ്ധാ കേന്ദ്രമായി മാറാറുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെയും വകവയ്ക്കാതെ അടിസ്ഥാന പലിശ നിരക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ പണനയം പ്രഖ്യാപിച്ച US കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ ജെറോം പവൽ രംഗത്ത് വന്നിരിക്കുന്നു. പലിശ 3.5% മുതൽ 3.75% എന്ന നിരക്കിലാണ് നിലനിർത്തിയത്. ട്രംപും പവലും പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമല്ലാത്തതിനാൽ US ഫെഡിന്റെ ഈ തീരുമാനം പൊതുവെ പ്രതീക്ഷിച്ചതുമാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ ഷട്ട് ഡൌൺ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആഘാതമായെന്നും പവൽ പറഞ്ഞത് ഭിന്നത രൂക്ഷമാണ്. പുതിയ തൊഴിലവസരങ്ങൾ കുറഞ്ഞു എന്നും പണപ്പെരുപ്പം കൂടിയെന്നും പവൽ കൂട്ടിച്ചേർത്തു. പവലിന്റെ ചെയർമാൻ കാലാവധി മെയിൽ തീരും. പകരക്കാരനെ ട്രംപ് ഉടൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. US ഫെഡിൽ തന്റെ വിശ്വസ്തനെ നിയമിക്കാനും ഫെഡിന്റെ പലിശ നയത്തിൽ ഇടപെടാനുമുള്ള ട്രംപിന്റെ നീക്കങ്ങൾ അമേരിക്കയ്ക്ക് സ്വയം വിനയാകുമെന്ന വിലയിരുത്തലുകളുമുണ്ട്. ലോകത്തെ ഏറ്റവും പ്രസക്തമായ കേന്ദ്ര ബാങ്ക് എന്ന നിലയിലെ US ഫെഡിന്റെ വിശ്വാസ്യത തകർക്കാന് ട്രംപിന്റെ നടപടി വഴിവെക്കൂ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. US ഫെഡ് കഴിഞ്ഞ യോഗങ്ങളിൽ പലിശ നിരക്ക് താഴ്ത്തിയിരുന്നെങ്കിലും അത് പോരാ എന്നും ഇരട്ടിയോളം കുറയണമെന്നുമായിരുന്നു ട്രംപ് പറഞ്ഞത്. പലിശ നിരക്ക് കുറയ്ക്കാത്ത പവലിനെ വിഡ്ഢി, അമേരിക്കയുടെ ശത്രു എന്നിങ്ങനെ വിളിച്ച് വ്യക്തിപരമായും ട്രംപ് അധിക്ഷേപിച്ചിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ നിലനിന്നിരിക്കെ ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പൗൽ പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരാൻ തീരുമാനിച്ചത് 3.5% മുതൽ 3.75% വരെ നിലനിർത്തിയ ഈ തീരുമാനം വെറുമൊരു സാമ്പത്തിക പ്രഖ്യാപനമല്ല, മറിച്ച് രാഷ്ട്രീയ ഇടപെടലുകൾക്ക് വഴങ്ങാതെ സാമ്പത്തിക സ്വതന്ത്രത സംരക്ഷിക്കുന്നതിന്റെ പ്രതീകമായി മാറുകയായി. പലിശ നിരക്കുകളിൽ ചെറിയ മാറ്റം പോലും ഓഹരി വിപണികളെയും തൊഴിലവസരങ്ങളെയും ആഗോള ധനവിനിമയങ്ങളെയും വരെ സ്വാധീനിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ തീരുമാനം ഉണ്ടായതെന്നതാണ് ശ്രദ്ധേയം. ട്രംപും പവലും തങ്ങളുടെ നിലപാടുകൾ ഉറച്ചു നിന്നതിനാൽ ഫെഡറൽ റിസർവിന്റെ ഈ സമീപനം മുൻകൂട്ടി പ്രതീക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ആഴത്തിലുള്ള ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്. റഷ്യ, യുക്രൈൻ, ഇറാൻ, അമേരിക്ക സംഘർഷങ്ങൾ, US ഫെഡിന്റെ പലിശ നയം, ട്രംപ് പവൽ ഭിന്നത എന്നിവയുടെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില സുരക്ഷിത നിക്ഷേപം എന്ന പെരുമ നേടി കത്തിക്കയറുകയാണ്. ഇന്ന് രാവിലെ ഒരു ഘട്ടത്തിൽ ഔൺസിന് $500 മുകളിലെ ഒറ്റക്കുതിപ്പിൽ രാജ്യാന്തര വില 5578.85 എന്ന സർവകാല ഉയരത്തിലെത്തി. രാജ്യാന്തര വില ഓരോ ഡോളർ ഉയരുമ്പോഴും കേരളത്തിൽ ഗ്രാമിന് 2 രൂപയോ 2.5 രൂപയോ കൂടാം. അപ്പോൾ $500 കൂടിയാലോ? ഇന്ന് ഒറ്റ ദിവസം പവന് 8000 മുതൽ 10000 രൂപ കൂടിയാലും അത്ഭുതപ്പെടേണ്ട എന്നാണ് വിവരം. 10000 രൂപ വരെയൊന്നും ഒറ്റയടിക്ക് കൂടാൻ വ്യാപാരികൾ തയ്യാറായേക്കില്ല. എങ്കിലും ഇന്ന് കേരളത്തിൽ സ്വർണത്തിന് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം കനത്ത വർധന പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് വാസ്തവം. ഇറാൻ ആഗോള എണ്ണ ഉൽപാദന വിതരണ രംഗത്തെ നിർണായക ശക്തിയാണ്. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് ഗൾഫിൽ നിന്നുള്ള എണ്ണ രാജ്യാന്തര വിപണിയിലെത്തുന്നത്. അമേരിക്കയുമായുള്ള സംഘർഷ ഭീതിയുടെ പശ്ചാത്തലത്തിൽ എണ്ണ വിതരണം തടസ്സപ്പെട്ടേക്കാം എന്ന വിലയിരുത്തലുകളുമുണ്ട്. ഇതുമൂലം ക്രൂഡ് ഓയിൽ വില കുതിക്കുകയാണ്. WTI ഇനത്തിൽ വില ബാരലിന് 1.31% മുന്നേറി $63.21 ബ്രന്റ് വില 1.73% വർദ്ധിച്ച് $68.74 എത്തിക്കഴിഞ്ഞു. എണ്ണവില കൂടുന്നത് ഇന്ത്യക്ക് സാമ്പത്തിക ആഘാതമാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഉപഭോഗത്തിനുള്ള ക്രൂഡ് ഓയിലിന്റെ 90% വരെയും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ എണ്ണ വാങ്ങാൻ കൂടുതൽ പണം ചെലവഴിക്കേണ്ട സ്ഥിതിയാണ് ഇനി വരാൻ പോകുന്നത്. ഇത് വ്യാപാര കറന്റ് അക്കൗണ്ട് കമ്മികൾ കൂടാനും രാജ്യത്ത് പണപ്പെരുപ്പം വർദ്ധിക്കാനും വഴിയൊരുക്കും. രൂപ തളരും. പിന്നാലെ ഓഹരി വിപണി. ഇന്ത്യയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ സാമ്പത്തിക പ്രകടനത്തിന്റെ അവലോകന റിപ്പോർട്ട് അഥവാ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെക്കും. ഫെബ്രുവരി 1 അവതരിപ്പിക്കുന്ന ബജറ്റിന്റെ ഒരു ദിശാസൂചിക കൂടിയായിരിക്കും ഈ റിപ്പോർട്ട് എന്നാണ് വിലയിരുത്തൽ. അടുത്ത സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ അനുമാനവും റിപ്പോർട്ടിലുണ്ടാകും. 6.5-നും 7%-നും ഇടയിലാകും അനുമാനം. പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, സർക്കാരിന്റെ മൂലധന ചെലവ്, കയറ്റുമതി ഉൾപ്പെടെ സമ്പദ് രംഗത്തെ വിവിധ മേഖലകളുടെ പ്രകടന നിലവാരം, ബാങ്കുകളുടെ സാമ്പത്തിക ആരോഗ്യം തുടങ്ങിയ വിവരങ്ങൾ ഉണ്ടാക്കുന്ന സർവേ ഇനി മുന്നോട്ട് ഏതൊക്കെ തരം സാമ്പത്തിക പരിഷ്കാരങ്ങൾ വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുമെന്നതും നിർണായകമാകും. ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തിയ തീരുമാനം സാമ്പത്തിക നയങ്ങളുടെ ദൃഢതയും സ്ഥാപന സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യവും ഒരേ സമയം ഓർമ്മിപ്പിക്കുന്നതാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തൽക്ഷണ നേട്ടങ്ങൾ തേടുമ്പോൾ ദീർഘകാല സാമ്പത്തിക സ്ഥിരതയാണ് കേന്ദ്ര ബാങ്കുകൾ ലക്ഷ്യമിടുന്നത്. ഈ വ്യത്യാസമാണ് ട്രംപും പവലും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയ്ക്ക് അടിസ്ഥാനം. പലിശ കുറയ്ക്കണമെന്ന രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ അവഗണിച്ച് സാമ്പത്തിക സൂചകങ്ങളെ അടിസ്ഥാനമാക്കി മാത്രം തീരുമാനമെടുത്ത ഫെഡറൽ റിസർവ് ആഗോള നിക്ഷേപകർക്ക് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ രാഷ്ട്രീയ ഇച്ഛകൾക്ക് കീഴടങ്ങുന്നതല്ല എന്ന ഒരു വ്യക്തമായ സന്ദേശമാണ് നൽകിയത്.
ഈ സംഭവം ഒരു വ്യക്തിയുടെയും ഭരണകൂടത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറം ജനാധിപത്യ സംവിധാനത്തിലെ സ്ഥാപനങ്ങളുടെ സ്വതന്ത്ര പ്രവർത്തനത്തിന്റെ മൂല്യം എത്രത്തോളം വലുതാണ് എന്ന് തെളിയിക്കുന്നതാണ്. അതിനാൽ തന്നെ പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരണമെന്ന തീരുമാനം ഒരു സാമ്പത്തിക നടപടിയായി മാത്രമല്ല, ഉത്തരവാദിത്തമുള്ള ഭരണകൂടത്തിന്റെ പ്രതീകമായും ചരിത്രത്തിൽ രേഖപ്പെടുത്തും.